അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അന്ന് രാത്രി അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല, കയ്യിൽ നിന്ന് പോയി. മോശം റിവ്യൂവിലൂടെ സിനിമയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഒറ്റ വീഡിയോ കൊണ്ട് വരുത്തി വെച്ചത്. അപ്പം നമ്മുടെ അശ്വന്ത് കോക്കിൻ്റെ ഇഷ്യൂ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അധികം മലയാളത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യണവർ അധികം ആരും ഒന്നും ചെയ്തിട്ടുണ്ട്. ഞാനൊരു വർക്കിന് പോണ സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പോണ സമയത്ത് സായിയുടെ വീഡിയോ ഇങ്ങനെ വന്ന നോട്ടിഫിക്കേഷൻ കണ്ടു. ഞാനത് ഓണാക്കി, ഞാൻ ഫുള്ള് കണ്ടപ്പോൾ പെട്ടെന്ന് ഈ ഡയറക്ടറുടെ വോയിസ് വന്നപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ സായിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്നുള്ളതും മൊത്തം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അശ്വന്ത് കോക്കിനെതിരെ നിലവിൽ കേസായ ഒരു സാധനം മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ. അതിൻ്റെ അപ്ഡേഷൻ എന്താണ്, എന്താ സംഭവിച്ചതെന്നുള്ള ആർക്കും അറിയില്ലല്ലോ. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഈ മൊത്തം കാര്യങ്ങളുണ്ടാവും. ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസ് ഇടുന്നവർക്കെതിരെ ഇതുപോലെ സിനിമാക്കാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളതാണ്. അവരെ പടം വർക്കായില്ല, 8 വില പൊട്ടിക്കഴിഞ്ഞാൽ നേരെ റിവ്യൂ ഇടുന്നവരെ തലയെ കൊണ്ടുവന്നുള്ള പരിപാടി. അതിലേറ്റവും ഈസി ആയിട്ട് കൊട്ടു കൊടുക്കാൻ പറ്റുന്ന അശ്വന്ത് കോക്ക. ഒന്ന് എടുത്ത് നോക്കും മൊത്തം ചരിത്രം. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പടം പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം നേരെ അശ്വന്ത് കോക്കിൻ്റെ തലയിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈ ന്യൂസ് ഒന്ന് കാണാം നമുക്ക്, എന്നിട്ട് ബാക്കി പറയാം. അതല്ലത് അപ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇത് ഒരു ചാനലിലെ ന്യൂസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് ചാനലിൽ സാധനം വന്നിട്ടുണ്ട് നിലവിൽ. പിന്നെ ഇതുപോലെ റിവ്യൂ ഇടുന്ന ഒരു ന്യൂസിൽ തന്നെയുള്ള ഒരാൾ പുള്ളി വന്നിട്ട് കുറേ കിണയൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഞാൻ പെട്ടെന്ന് ഈ വിഷയം പറഞ്ഞ് തീർത്ത് ഇന്ന് ലാസ്റ്റ് എന്താ ഉണ്ടായെന്നുള്ളത് പറഞ്ഞ് തീർക്കാനാണ് എൻ്റെ ഉദ്ദേശം. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം അതൊന്നും ന്യൂസ് ചാനൽ വന്നിട്ടില്ല, ഒരു സ്ഥലത്തും വരത്തില്ല. അശ്വന്ത് കോക്കിനിട്ട് കൊട്ടി, അല്ലെങ്കിൽ യൂട്യൂബർക്ക് ഇട്ട് തട്ടി, യൂട്യൂബറിനിട്ട് മുട്ടി എന്നുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അപ്പം വരും. അതിലെന്ത് ഉണ്ടായെന്നുള്ളത് പിന്നെ ആരും പറയത്തില്ല. അപ്പോൾ ന്യൂസ് ആദ്യം കാണാം. ഇനി ഓഫ് കലിംഗ എന്ന സിനിമയുടെ നിർമ്മാതാക്കളാണ് തൃശൂർ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. സിനിമയെയും അതിൽ അഭിനയിച്ച സ്ത്രീ താരങ്ങളെയും അശ്വന്ത് കോക്ക് വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്നാണ് നിർമ്മാതാക്കളുടെ പ്രധാന ആരോപണം. മോശം റിവ്യൂവിലൂടെ സിനിമയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഒറ്റ വീഡിയോ കൊണ്ട് വരുത്തിവെച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഇതിനു മുൻപും ഇത്തരത്തിൽ അശ്വന്ത് കോക്കിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു പരാതിയായി പോലീസിന് മുന്നിലെത്തിയിരിക്കുകയാണ്. പ്രധാനമായും സ്ത്രീകളെ അടക്കം അധിക്ഷേപിച്ചു എന്നൊരു കാരണം കൂടി അതിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ നടപടിക്കുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വന്ത് കോക്കിനെതിരെ ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അത് പരാതിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോഴാണ് സീക്രട്ട് ഓഫ് കലിംഗ എന്ന ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ ചിത്രത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ അശ്വന്ത് കോക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ നീങ്ങിയുന്ന ഒരു സാഹചര്യം. ആ വീഡിയോ യൂട്യൂബിൽ ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അശ്വന്ത് കോക്കിനെതിരെ പരാതിയുമായിട്ട് സീക്രട്ട് ഓഫ് കലിംഗ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം. അത് സിനിമയുടെ കഥ പൂർണ്ണമായും വെളിപ്പെടുത്തി, അതോടൊപ്പം തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ വീഡിയോ എന്ന രീതിയിൽ ഒരു റിവ്യൂ വീഡിയോ എന്നാണ് തലക്കെട്ടെങ്കിലും സിനിമയുടെ കഥ മുഴുവൻ പുറത്തു പറയുക, സ്ത്രീ അധിക്ഷേപം നടത്തുക, ഇതൊക്കെയാണ് അശ്വന്ത് കോക്ക് ഈ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ. അപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂസ് ഒക്കെ ഇതിന് മുമ്പ് കണ്ടിട്ടായിരിക്കണമല്ലോ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവരെ സമീപിച്ച് ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലായിടത്തും ഞാൻ പറയട്ടെ, ഓൾമോസ്റ്റ് പല ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സിനിമ റിവ്യൂ ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ഈ സിനിമയുടെ PR ടീം അല്ലെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അപ്രോച്ച് ചെയ്യും ഇതുപോലെ റിവ്യൂ ഇടാൻ വേണ്ടി. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും എന്താ പറയുക, അത്ര വലിയ ഇതല്ലാത്ത എനിക്ക് പോലും എൻ്റെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സും വ്യൂ കൗണ്ട് കണ്ടിട്ട് 2-3 PR ടീമുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടീം പറഞ്ഞത് ഈ ട്രെയിലർ റിയാക്ഷൻ ചെയ്യണം, അപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയും ശരി ആയിക്കോട്ടെ, പണിയെടുക്കണേണ് ഞാൻ. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാലില്ലെങ്കിലും ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളുടെ. പക്ഷേ ഒരു മോശം സാധനത്തിന് ഞാൻ നല്ലത് എന്തായാലും പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ കോൺടാക്ട് ചെയ്തില്ല. പിന്നെ വേറെ ഏതോ ഒരു PR ഒരു പയ്യനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു. റിവ്യൂ പറയണം. ഞാൻ പറഞ്ഞു ഓക്കെ, റിവ്യൂ ഞാൻ സിൻസിയർ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറയും. ചിലപ്പോൾ ഒരു ഫിലിമിൻ്റെ ടിക്കറ്റ് ആയിരിക്കും തരുന്നത്, അല്ലാണ്ട് കാശ് തന്നാലും ഞാൻ നല്ലത് പറയൂല, കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് തന്നെ പറയുള്ളൂ. അത് എന്നെ എന്തോന്നല്ല ഇത്. ഞാൻ വന്നിട്ടൊരു മോശം പടം അടിപൊളിയാണ് സൂപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ വന്നൊക്കെ വിളിക്കും കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അതിന് കുഴപ്പമില്ലേ, നമ്മൾ കാശ് കൊടുത്ത് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ റിവ്യൂ ഇൻസ്റ്റാഗ്രാമിലാണ് എല്ലാം ഞാൻ കാശ് കൊടുത്താണ് പടം കാണാൻ പോയേക്കണേ. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പഴയ ചാനൽ അടിച്ചു പോയി. അപ്പോൾ അതിൻ്റെ അത് ഈ പറഞ്ഞ പോലെ ഞാൻ കാശ് കൊടുത്താൽ പോകണം. അപ്പോൾ ഞാൻ കാശ് കൊടുത്ത് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. സിനിമ ആയാലും എന്തായാലും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നാലും ഇഷ്ടപ്പെടാത്തൊരു സാധനം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഡിപ്പെൻസ് ഓൺ. ഇപ്പോൾ ചില പടങ്ങളൊക്കെ റിവ്യൂവിൽ വളരെ മോശം എന്ന് പറഞ്ഞ സാധനം ഞാൻ പോയി കാണുമ്പോൾ എനിക്ക് വർക്കായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില സാധനങ്ങൾ പടത്തിൻ്റെ പേര് ഞാൻ പറയാനുള്ള അവസാനം നീ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോളാന്ന് പറഞ്ഞിട്ട് കുറേ പേര് അതിൻ്റെ അകത്ത് തെറി വിളിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തെളിവും കൂടി വെച്ച് തരാം. ഇത് സായിയുടെ വീഡിയോയിൽ സായി ഓൾറെഡി വെച്ചതാണ്, ഞാൻ അതിൽ നിന്ന് എടുത്തതാണ് സാധനം. അതായത് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഈ പറഞ്ഞ ഡയറക്ടറും അശ്വന്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഹലോ ഹലോ പറഞ്ഞു. ബ്രോ, എൻ്റെ പേര് സനീഷ് ഉണ്ണികൃഷ്ണനാണ്.
ഞാൻ 18-ാം തീയതി ഇറങ്ങുന്ന സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ മൂവി ഡയറക്ടറാണ് ധ്യാൻ ചേട്ടൻ ഉത്സാഹമുള്ളത്. ഏത് കലിംഗ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണേ ബ്രോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ശരി ശരി, അതെന്തായാലും കാണാം. ധ്യാന്റെ പടം ഞാൻ എന്തായാലും കാണും. കാരണം നന്നായി വന്നിട്ടുണ്ട് പരിപാടി. റീച്ച് തീരെയില്ല പടത്തിന്. പക്ഷെ ശരി ബ്രോ, കണ്ടു നോക്കാം. താങ്ക് യു ബ്രോ. ശരി ശരി. ഇതിൽ 2 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യും. ഫസ്റ്റ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞൊന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫൈൻ. പിന്നെ അധികം വർക്കായിട്ടില്ല, അത്ര കാര്യമായിട്ടങ്ങ് റീച്ച് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ട്രെയിലർ കണ്ടു, പടം ഞാൻ കണ്ടില്ല. ഞാൻ അതിൻ്റെ റീസൺ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം, എന്താ ഏതാ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ട്രെയിലർ ഞാൻ കണ്ടപ്പോഴേക്കും എനിക്ക് അത്രത്തോളം കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ എന്തോ ഒരു പുതിയ അടിപൊളി സംഭവമുള്ള കുറേ സയൻസ് ഫിക്ഷൻ പോലെ എന്തൊക്കെയോ പുകയും തീ ഇടിയും വെട്ടുമൊക്കെ വന്നിട്ടുണ്ട്. ട്രെയിലർ ഒരു 50-50 എന്നുള്ള രീതിയിൽ നിന്ന്. പിന്നെ ഇങ്ങനത്തെ ചില പടങ്ങൾ കയറി കാണുമ്പോഴേക്കും ഒരുമാതിരി ബോംബായിട്ടായിരിക്കും. പിന്നെ ഓക്കെ, ഡയറക്ടറെ നമുക്കറിയില്ല, അപ്പോൾ അതിന് ട്രെയിലർ കണ്ട് വിട്ട്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ എന്നെ ഈ കഴിഞ്ഞൊരു 3 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. ഞാൻ ആ സമയത്ത് ഇപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന എൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി റോങ് ആണ്. എന്താ പറയുക, ലോകത്താർക്കും കിട്ടാത്ത അമ്മാതിരി പണിയും കിട്ടിയിട്ട് ഒരു ഞാൻ പറയാനുള്ള അതിലേക്ക് കിടക്കേണ്ട ഒരു സാധനം കാരണം ചെറിയൊരു പണി കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു മെൻ്റൽ ട്രോമയിലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ പറ്റുന്നില്ല. പക്ഷേ എന്നിട്ട് തന്നാലും ഈ പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് റിക്വസ്റ്റ് വന്നത്, ഇനി അടുത്ത് വെക്കാൻ പോണ 2 വീഡിയോ അതിൻ്റെ അകത്തുണ്ട്, ഒരു വീഡിയോ അതിൻ്റെ അകത്തുണ്ട്, പ്ലസ് ഒരു 3 ഓഡിയോ ഉണ്ട്. ആ ഓഡിയോയിലെ പെൺകുട്ടി പറഞ്ഞത് എങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ടാണ്, ഈ പറഞ്ഞ ഡയറക്ടറിൻ്റെ ഫ്രണ്ട് അങ്ങാണ്ടാണെന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഫ്രണ്ടാണ്. അവനാകെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ അയക്കണം, ആകെ ഇടങ്ങേറായി നിൽക്കുകയാണ്. കാര്യം പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നാളത്തെ സ്വപ്നമായിട്ട് കുറേ കാശൊക്കെ കടം വാങ്ങിച്ചു അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഒരു ഫിലിം ചെയ്തിട്ട് അത് അശ്വന്ത് കോക്ക് ഇങ്ങനെ റിവ്യൂ പറഞ്ഞു, നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. അത് പിന്നെ ആകെ ഇതായി, അവൻ്റെ കയ്യിൽ നിന്ന് പോയ പടം എങ്ങോ ഓടുന്നില്ല, ആകെ പ്രശ്നമാണ്. അവനാകെ വല്ലാത്തൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. ബ്രോ ഇതൊന്ന് നോക്കണം, ചെക്ക് ചെയ്യണം, എന്നിട്ട് ബ്രോ എന്തെങ്കിലും ഒരു കാര്യം പറയണം ഇതിനെതിരായിട്ടെന്ന് പറഞ്ഞു. ഞാൻ മെസ്സേജ് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം എനിക്കൊന്ന് ഫ്രീ ആയിട്ട് റിപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടിരിക്കുക. നമ്മുടെ തലയിൽ കൂടി അതേമാതിരി റോക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തെ. ഞാൻ എന്നിട്ട് ഇന്ന് സായിയുടെ വീഡിയോ കണ്ടപ്പോൾ ആ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വേറൊരു കാര്യം, ഞങ്ങൾ പടം കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, തിയേറ്ററിൽ അങ്ങനെ ഉണ്ടായില്ല, തിയേറ്ററിൽ നിന്ന് ഔട്ടായി പോയെന്നുകൊണ്ട്. എനിക്കറിയില്ല ഈ പടം ഇപ്പോൾ എവിടെയെങ്കിലും ഓടണ്ടോ എന്നുള്ളത്. ബുക്ക് മൈ ഷോയിൽ നോക്കേണ്ടത് ഞാൻ നോക്കിയില്ല, എവിടെയെങ്കിലും ഓടണ്ടോയെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പടം പറഞ്ഞ പോലെ ഇപ്പോൾ ഓടുന്നില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കാണാത്തൊരു പടം നല്ലതാണെന്ന് അവരെങ്ങനെ പറയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ഞാൻ അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ സായിയുടെ വീഡിയോ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഈ പെൺകുച്ചിൻ്റെ മെസ്സേജ് സെർച്ച് ചെയ്തപ്പോൾ സത്യം പറയാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇല്ല. ഞാൻ മൊത്തം നോക്കി, റിക്വസ്റ്റ് നോക്കിയപ്പോൾ മെസ്സേജ് ഫുൾ അൺസെൻഡ് ചെയ്തിട്ടേക്കാണ്, സാധനമില്ല. പക്ഷേ ആദ്യം ഇത് കേൾക്കുമ്പോഴേക്കും ഞാനും തെറ്റിദ്ധരിച്ചു പോയി. അശ്വന്ത് കോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പടത്തിന് ഒരാളെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ. അയാളുടെ ഒരു റിവ്യൂ പറയുന്ന രീതി പലപ്പോഴും ചിലത് കാണുമ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ പുള്ളിയുടെ രീതി അങ്ങനെയാണ്. കാലാകാലങ്ങളായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുള്ളിയുടെ വ്യൂവർഷിപ്പും വളരെ വലുത് തന്നെയാണ്. പുള്ളി അല്ലാത്ത ഏറ്റവും ഫോളോവേഴ്സുള്ള റിവ്യൂ പറയുന്ന ആൾ. അതിനൊക്കെ ഫോളോവേഴ്സ് കൗണ്ടൊക്കെ ഉള്ള ഒരുപാട്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ അശ്വന്തിൻ്റെ വീഡിയോ ആണ് മൂവി റിവ്യൂ കാണാൻ വേണ്ടി എല്ലാവരും കാണുന്നത്. അതിന് വ്യൂവർഷിപ്പ് ഉണ്ടോ, ജനങ്ങൾ കാണുന്നുണ്ടോ, ഈ പറഞ്ഞ പോലെ തെറി പറഞ്ഞാലും കുറ്റം പറഞ്ഞാലൊക്കെ കാണുന്നുണ്ടോ? പണ്ടത്തെ പോലെയല്ല. നമ്മൾക്കിപ്പോൾ ഒരു സിനിമ കാണാൻ നേരത്ത് കുറച്ചും കൂടി അവൈലബിലിറ്റി കൂടുതലാണ്. നമുക്കത് കാണണോ വേണ്ടതെന്നെങ്കിലും തീരുമാനിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ കിട്ടാനെങ്കിലും റിവ്യൂ ഒന്ന് നോക്കാം, എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ. ഇനി പറ്റേ മോശം എന്ന് പറഞ്ഞാൽ മാത്രമേ ചിലരെങ്കിലും കാണാതിരിക്കുള്ളൂ. എന്നാലും ചിലർ പോകും. ആ നടനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനോടുള്ള ഇഷ്ടം, ആ ഒരു തീമിനോടുള്ള ഇഷ്ടം എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോണവരുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. പൊട്ട പടം എന്ന് പറഞ്ഞ സാധനത്ത് ഞാൻ പോയിട്ട് എനിക്ക് വർക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന് ശേഷം ഈ ഡയറക്ടറുടെ വീഡിയോ ഞാൻ അന്ന് കണ്ടായിരുന്നു. 2 ദിവസം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇന്നലെ അല്ല, എന്തായാലും മിനിഞ്ഞാന്നാന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആകെപ്പാടെ ഡൗൺ ആയിരിക്കുകയായിരുന്നു ഞാൻ. പടം ഇറങ്ങിയതിന് ശേഷം അന്ന് രാത്രി വന്ന അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിൽ കംപ്ലീറ്റ്ലി ഇന്ന് ഉച്ചയോടുകൂടി കുറച്ച് തിയേറ്റർ വിസിറ്റൊക്കെ പോയപ്പോഴാണ് മൊത്തത്തിലൊന്ന് ഹാപ്പി മൊത്തത്തിലൊന്ന് മനസ്സമാധാനത്തോടെ ആയത്. അപ്പം ഞാൻ അതുകൊണ്ട് നേരത്തെ ഒരു കാര്യം പറയാൻ ലൈവ് വന്നത്. പക്ഷേ ലൈവിൽ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കരയുന്നൊരു സാഹചര്യം വന്നു. പടം ഇറങ്ങി അത്യാവശ്യം ബെറ്റർ റെസ്പോൺസിൽ ഈവനിങ് വരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ട് എല്ലാവരുടെ ഭാഗത്തും ഇതൊരു കുഴപ്പമില്ലാത്ത പടമാണ്, അത്യാവശ്യം നല്ല പടമാണെന്നുള്ള രീതിയിൽ വന്ന്. ഞാൻ ഒരിക്കലും അതിഗംഭീരം എന്നല്ല പറഞ്ഞത്. കണ്ട എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ട് എൻ്റർടൈനിങ് ആണ്, അത്യാവശ്യം നല്ലൊരു പടമാണെന്നുള്ളൊരു റിവ്യൂവിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി 11-12 അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ആയിരുന്നു. അതിനു മുമ്പ് ഒരു റിവ്യൂറുടെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നെഗറ്റീവ് വന്നിരുന്നെങ്കിലും അതൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ. കാരണം ഓക്കെ, സിനിമ എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. ഒരിക്കലും നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. അത് ഒരു 100 പേര് സിനിമ കണ്ട ഒരു 70 പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ തന്നെ ആ സിനിമ ഹിറ്റാണ്. കാരണം ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങൾ ദൃശ്യം പോലുള്ള വലിയ സിനിമ എടുത്താൽ പോലും അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും.
അപ്പോൾ ഞാൻ ഒരിക്കലും ഇപ്പോൾ റിവ്യൂവറുടെ ഒപ്പീനിയനെതിരോ നെഗറ്റീവ് പോസിറ്റീവിനെതിരോ നിൽക്കുന്ന ഒരാളല്ല. അപ്പോൾ അതിനു മുമ്പ് നെഗറ്റീവ് റിവ്യൂസ് പോലും എനിക്ക് ഓക്കെ ആയിരുന്നു. ആളുടെ ഒപ്പീനിയൻ പറഞ്ഞു ദാറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അശ്വന്ത് കോക്കിന്റെ റിവ്യൂ വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് എഫക്ട് ചെയ്തത്. കാരണം അതിലാള് ഒരു റിവ്യൂ അഥവാ ഒപ്പീനിയൻ അപ്പുറം ഭയങ്കരമായി പേഴ്സണലി ഹരാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഇയാൾക്ക് ഇങ്ങനെ പ്രൊഡ്യൂസറെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അത്രയും ഈ സിനിമയുടെ തുടക്കം നമ്മളൊരു വാക്ക് ചെയ്തിരുന്നു, നന്ദി കൂടെ നിന്നവർക്കും കൂടെ നിന്ന് പണി തന്നവർക്കെന്ന്. നമ്മളിത് പറഞ്ഞത് ആക്ച്വലി ഈ സിനിമയുടെ ഒപ്പം ഉണ്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് മുടക്കാൻ ശ്രമിച്ച, ഈ സിനിമ ഒരിക്കലും തിയേറ്ററിൽ ഇറക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് കള്ളത്തരം കാണിച്ച കുറച്ച് ടെക്നീഷ്യൻസ്, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ. നമ്മൾ അവരെ ഉദ്ദേശിച്ചത് അവിടെ പോലും അശ്വന്ത് കോക്ക് പറഞ്ഞത് അവർ നന്നായി അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു. അവർ ശരിയാണെന്നുള്ള രീതിയിൽ സിനിമയെ നശിപ്പിക്കാൻ നോക്കിയ ആൾക്കാർ ചെയ്ത് ശരിയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാലും, അതുപോലെ തന്നെ വ്യക്തിഹത്യയാണെങ്കിലും പിന്നെ സ്പോയിലേഴ്സ്, സിനിമയിലത്തെ ഓൾമോസ്റ്റ് എല്ലാ കഥകളും ഇന്റർവ്യൂവിൽ ആ ഒരു റിവ്യൂയിലൂടെ ആൾ പറഞ്ഞു എത്ര കഷ്ടപ്പെട്ട ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കണം നമുക്കറിയുള്ളൂ. അത് ഒരു സിനിമയായി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു പ്രൊഡ്യൂസർ കൺവിൻസ് ചെയ്തൊരു പ്രൊജക്ട് ഓൺ ആക്കി അത് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് തന്നെ പോകും. അത്രയും വർക്ക് ചെയ്തൊരു സിനിമ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ജസ്റ്റ് ഒരു വൺ റിവ്യൂല അതിന്റെ കഥ മൊത്തം അങ്ങ് ഉച്ചത്തോടെ കളിയാക്കി പറയും. എനിക്ക് തോന്നുന്നില്ല അശ്വന്ത് കഥ മൊത്തം പറഞ്ഞു എന്നുള്ളത്. കാര്യം റിവ്യൂ പറയുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും ചില സമയത്ത് നമ്മുടെ അറിയാതെ വായന എന്തിലൊക്കെ വീണു പോകുന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ റിവ്യൂ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വന്നിരുന്നിട്ട് പടം തുടങ്ങുമ്പോൾ പേര് എഴുതി കാണിക്കും, പിന്നെ പകുതി ആകുമ്പോഴേക്ക് ഇൻ്റർവ്യൂവിൽ എഴുതി കാണിക്കും, ലാസ്റ്റ് പേര് എഴുതി കാണിക്കും. ഇങ്ങനെ വന്ന് പറഞ്ഞ റിവ്യൂ ആവും. നമ്മളതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയണം, അതിലെന്തെങ്കിലും ഒരു സ്പെഷ്യൽ എൻട്രിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് പേര് പറയാണ്ടൊക്കെ ആയിട്ട് ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ റിവ്യൂവിൽ നമ്മൾ പറയും. പിന്നെ ഒരു കഥയുടെ ഫ്ലോ എങ്ങനെയെന്ന് പറയും. ആദ്യം ക്യാരക്ടർ ബിൽഡിങ് ഇങ്ങനെയൊക്കെ വരുന്നു, അതിന് ശേഷം ഇങ്ങനെ ഒരു ചെറിയ സിറ്റുവേഷൻ പോലെയൊക്കെ ബിൽഡാവുന്നു, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സൂപ്പർ ആവുന്നു, അല്ലെങ്കിൽ ക്ലൈമാക്സ് അത്ര പോരാ, വൺ ട്വിസ്റ്റ് ആവുന്നു, ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയുടെ റിവ്യൂവിനെ കുറിച്ച് പറയും. ഇതിനാണ് റിവ്യൂ എന്ന് പറയണത്. അപ്പോൾ റിവ്യൂ പറയേണ്ട രീതിക്ക് തന്നെ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സിനിമാക്കാർ ഈ റിവ്യൂ പറയാൻ വേണ്ടി ആരെ ഏൽപ്പിക്കണ്ട. പണ്ടൊക്കെ ചെയ്ത പോലെ തന്നെ വല്ല സിനിമാ വാരികയിലോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസിലെ ഒരു കോളോ ഇട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇട്. നിങ്ങൾക്കും അത് ക്യാഷ് ചെയ്യുന്ന സാധനമാണ് ഒരു സിനിമക്ക് റിവ്യൂ ഇടുന്നത്, അല്ലേ? ഇപ്പം മെഗാ സ്റ്റാർസ് അഭിനയിക്കുന്ന ഹിറ്റ് പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറക്കുന്ന സാധനങ്ങൾ ഫ്ലോപ്പായിട്ടില്ലേ? അവരാരെങ്കിലും വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പോൾ ഇയാളുടെ കേസ് പറയുകയാണെങ്കിൽ ബ്രോ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടാണ്, ബ്രോയുടെ ഫ്രണ്ടിൻ്റെ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലായി നല്ല കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ അത്ര ഹാർഡ് വർക്ക് കഷ്ടപ്പാട് ഡെഡിക്കേഷനൊക്കെ ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ സാധനം വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ കോളിലും ആ സാധനം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പിന്നെ ഒരു റിവ്യൂവർ വന്നിരുന്നിട്ട് അടിപൊളിയാണ് സൂപ്പറാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പൊലിപ്പിച്ച് കയറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? ശരിയാവില്ല. അയാളുടെ ഒപ്പീനിയൻ പറഞ്ഞു, വേറൊരു റിവ്യൂ പറയുന്ന ആൾ വേറെ രീതിയിലായിരുന്നു പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഈ പടത്തിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞേക്കുന്ന ഒരു 2 റിവ്യൂവറിൻ്റെ ഇത് അറ്റ്ലീസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊണ്ടുവന്ന് ലിങ്ക് വേസ്റ്റ് ചെയ്യാമോ? അല്ല എനിക്കൊന്ന് DM ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അലമലൂസ് എന്നാണ് ചാനലിൻ്റെ പേര്, ഇൻസ്റ്റാഗ്രാമിൽ അതിലൊന്ന് കൂടാന്നിട്. നല്ല റിവ്യൂ പറയണത് ബ്രോ. അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ പടം കാണുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളെ ആശു കൊടുത്താൽ പോണത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പടവും ഇനി കാണണ്ട എന്നുള്ള രീതിയിലൊന്നും ആരും പറഞ്ഞു വെക്കത്തൊന്നുമില്ല. നിങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിലേക്ക് ഇറങ്ങി, അത് അത്രത്തോളം കൊണ്ട് വർക്കായില്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. അടുത്ത പരിപാടിയായിട്ട് മുമ്പോട്ട് പോകാൻ നോക്കുക. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളതൊരു ഓവറായിട്ട് നശിപ്പിച്ചിട്ട് കാര്യം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് വരുന്നു, പിന്നെ പ്രൊഡ്യൂസറെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നു. എന്നീ പ്രൊഡ്യൂസർക്ക് എന്തുകൊണ്ട് ഈ ഡയറക്ടർക്കെതിരെ കേസ് കൊടുത്തുകൂടാ? ഇതുപോലെ പടമാക്കി വെച്ചെന്ന് പറഞ്ഞു ചെയ്തുകൂടെ? ഇനി സിനിമയുടെ ഇടയിൽ തന്നെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കാറുന്നില്ലേ നിങ്ങൾക്ക്? അതൊന്നുമില്ല. എന്ത് വന്നാലും റിവ്യൂ പറയുന്ന ആളുടെ തലയിൽ പടം പൊട്ടിയ അപ്പോൾ റിവ്യൂ പറയുന്ന ആളുടെ തലയിൽ കൊണ്ടുവന്നിടാ. ഈ എന്താ ഇടപാടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇതിന് ശേഷം ഒരു സാധനം കാണിച്ചു തരാം. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അന്ന് രാത്രി അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല, കയ്യിൽ നിന്ന് പോയി ആത്മഹത്യയുടെ എന്തെങ്കിലും വരേണ്ട കൊണ്ട് എത്തിച്ചു അന്ന് രാത്രി. അത് കാരണം അത്രയും ആള് പറഞ്ഞ വേർഡ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടാക്കിയത്. ബ്രോ എല്ലാവരും ഒരുപോലെ സംസാരിക്കണം. എല്ലാവരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ്. സിനിമ ഇറ്റ്സ് എ മാജിക്. എന്നേക്കാൾ കൂടുതൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ. സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫീൽഡാണ്. നമ്മൾ വലിയ എക്സ്പെക്റ്റേഷനും കാശും കൊടുത്ത് പ്രവാസിനെ വെച്ചിട്ട് 500 കോടിയുടെ മുകളിൽ വെച്ചിട്ട് ഒരു പടം പിടിച്ചിട്ട് 8 നിലയെ പൊട്ടിയില്ല. ഏതെങ്കിലും ഒരാൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പടം ചെയ്തപ്പോഴേക്കും അത് വർക്കായില്ല, അല്ലെങ്കിൽ ഞാൻ പടം കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കാണും OTT വരുമ്പോൾ, ഞാൻ എന്തായാലും കണ്ടിട്ട് ഞാൻ ആ സമയത്ത്
അടുത്ത് റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ല. എന്നാലും നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം, ഞാൻ എടുത്ത് റിവ്യൂ. അപ്പോൾ ഞാൻ സിൻസിയറായിട്ട് പറയാം എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് ഞാൻ പബ്ലിക്കലി പറയുന്നില്ല. അതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പേഴ്സണലി വേണമെങ്കിൽ പറയാം. ഫൈൻ, ഇത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾ ഇപ്പോൾ ഇയാളുടെ ഒരു ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി പുള്ളി നല്ല ഡൗൺ ആയിപ്പോയി. സാധനം പുള്ളി എന്തൊക്കെയോ ആവുമെന്ന് വിചാരിച്ചു, ഒന്നും ആയില്ല. 8 കലയിൽ തിയേറ്ററിൽ പോലും ഇല്ല എന്നാണ് ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. കാര്യം എനിക്ക് സിനിമ കാണാനുള്ള മൈൻഡൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ എത്ര നാൾ ലാസ്റ്റ് ചെയ്ത് പടം കണ്ടേ, ലാസ്റ്റ് മറ്റേ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ തമിഴ് പടം, അത് കണ്ടതിന് ശേഷം ഞാൻ ഒരു പടത്തിനും പോയിട്ടില്ല. ഇപ്പോൾ മോളിവുഡ് ടൈംസ് ഇറങ്ങിയിട്ട് പോലും എനിക്ക് ഫസ്റ്റ് ദിവസം കാണണമെന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി സാധനവും ഒന്നും പറയണ്ട. ഓരോ നായിൻ്റെ മക്കൾ കാരണം ഓരോ വിഷയം ഉണ്ടാക്കി വെച്ചേക്കണം. അതിൻ്റെ അകത്തുനിന്ന് ഊരിപ്പോരാൻ നമ്മൾ പറഞ്ഞ പാട് നമുക്കറിയാം. ഞാൻ ഇങ്ങനെ അല്ലാട്ട പറഞ്ഞത്, ഇങ്ങനെ പാവടാ ഒരു പടം പിടിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. അശ്വന്തിൻ്റെ റിവ്യൂ വന്നപ്പോഴൊക്കെ മൊത്തത്തിൽ ബ്ലാഞ്ചി. ഇതാണ് ഉണ്ടായത് സംഭവം. ഇപ്പോൾ ഞാനിത് ഇയാളുടെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു സാധനം അശ്വന്ത് ഗോക്കിനെതിരെ ഇങ്ങനെ കേസായി ഇങ്ങനെ ഒരു സംഭവമായിട്ട് വെക്കുന്നുള്ളത്. അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ കാണിക്കുന്ന സാധനം നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിയോ. ഓക്കെ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, വരാന്തപ്പള്ളി പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂർ. വിഷയം പരാതി പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ. ഞാൻ ബഷീർ. ഞാൻ 21/6/2026 വരാന്തപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സംബന്ധിച്ച് ഈ അപേക്ഷ സമർപ്പിക്കുന്നു. പ്രസ്തുത പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികൾ സ്വീകരിക്കുകയോ കേസ് മുന്നോട്ട് പോവുകയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിനാൽ ഞാൻ നൽകിയ പരാതി പിൻവലിച്ചതായി പരിഗണിച്ച് അതിന്മേലുള്ള തുടർ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, വിശ്വസ്തയോടെ. ഐ തിങ്ക് പ്രൊഡ്യൂസർ അന്നോണം. ഇതെത്ര മീഡിയയിൽ വന്നു, ഇതെത്ര മീഡിയ ചാനലുകളിൽ ഇനി മെയിൻ സ്ട്രീം വീഡിയോയിൽ ഇത് വന്നിട്ടില്ല, വരില്ല. അതാണ് യൂട്യൂബേഴ്സും മെയിൻ സ്ട്രീം മീഡിയയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ഞാൻ പറഞ്ഞാൽ അതും കൂടി ഇടണമായിരുന്നു ഒന്ന് നിങ്ങൾ. അതിന് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യണവർ തന്നെ വേണോ അല്ലേ? എൻ്റെ എന്തെങ്കിലും വള്ളി വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം കൂടി ഇട്ട് നമ്മുടെ നെഞ്ചത്തോട്ടിട്ട് കൊട്ടണം. ഇതിപ്പോൾ അശ്വന്ത് ഗോക്ക് ഈ ഫീൽഡിൽ നിൽക്കുന്ന, നമ്മളൊക്കെ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആയതുകൊണ്ട് ഞാൻ വന്ന് സഹായിച്ചതൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇപ്പോൾ ഈ ഡയറക്ടറുടെ അടുത്താണ് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബ്രോ, നിങ്ങൾ കുറച്ചും കൂടി സമയം കൊടുത്ത് ഇത് ഫീൽഡ് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളൊക്കെ ദിനംപ്രതി എന്തോരം സഹിച്ചിട്ടാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യണം. എന്നിട്ട് നിർത്തുന്നുണ്ടാ? നിങ്ങളുടെ പാഷൻ അതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. നിർത്തരുത് ഒരിക്കലും. ഈ ഒരു സാധനം വർക്കായില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പടങ്ങൾ പൊട്ടിയ ഡയറക്ടറും പ്രൊഡ്യൂസർമാരുണ്ട്. വർക്കായില്ല എന്ന് ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. റിവ്യൂ ആൾക്കാർ കുറ്റം പറയട്ടെ, നല്ലത് പറയട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇഫ് യു ട്രസ്റ്റ് ഇൻ യുവർ പ്രോഡക്റ്റ് ദെൻ ഗോ ഹെഡ്. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകും. നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു പടം പിടിക്കും. നിങ്ങളൊരു ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പടം ഇത്രയും വലിയൊരു എന്താ പറയുക, നിങ്ങളുടെ എക്സ്പീരിയൻസും ബാക്ക്ഗ്രൗണ്ടും എനിക്കറിയില്ല. പ്രൊഫൈൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു, കുറച്ച് എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളിങ്ങനെ ഒരു പടം പിടിക്കാൻ തയ്യാറായ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് ഇതിനൊക്കെ വലിയൊരു പ്രൊജക്റ്റ് ഓണാക്കാൻ പറ്റും. ഓക്കെ. നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ഫോൾട്ട് സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഒരാളെ കൊണ്ട് റിവ്യൂ പറയിപ്പിക്കാണ്ട് നിങ്ങളൊരു പടം വർക്ക്. അല്ലെങ്കിൽ ഞാനൊരു ഓഫർ തരാം. എൻ്റെ വീഡിയോ ഇപ്പോൾ എത്ര പേര് കാണുമെന്നല്ലോ എനിക്കറിയില്ല. നിങ്ങൾ അടുത്ത പിടിക്കുന്ന പടം ഫ്രീ ആയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരാം. പക്ഷേ ഉള്ളത് ഞാൻ പറയും. ഒരു രൂപ പോലും തരേണ്ട, ഒന്നും വേണ്ട. പടം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ അതിൽ കൃത്യമായിട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയും. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഇതുപോലെ നിങ്ങൾ പലരും അപ്രോച്ച് ചെയ്യുമല്ലോ. PR ടീമിനെ ഉപയോഗിച്ച് കാശ് കൊടുത്തിട്ട് റിവ്യൂ ഉറപ്പിക്കുന്ന പരിപാടി ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ. നിങ്ങൾ ചെയ്തു എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമുക്കൊക്കെ എന്തോരം ഓഫർ വരുന്നതെന്ന് അറിയുമോ? ഞാൻ കാര്യമായിട്ട് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശും വാങ്ങിച്ച് മോശം പറയാൻ പറ്റത്തില്ലല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എത്തിക്സിനെ ഇറക്കാത്ത കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. അശ്വന്തിൻ്റെ കേസിൽ ഈ വീഡിയോ കണ്ടുപിടിക്കാൻ എല്ലാവരുടെ അടുത്തേ പറയണേ. നിലവിൽ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കേസില്ല. കേസൊക്കെ പോയി. അതിൻ്റെ കാര്യമൊക്കെ അവരെന്നെ പിൻവലിച്ചിട്ടുണ്ട്. അയാളുടെ പണിയായിട്ട് അയാൾ പോട്ടെ.